അതിന് നിനക്ക് അവധിയല്ലേ, പിന്നെ എന്നാ ഇത്ര ബിസി? ഓ പിന്നെ അവധി തുടങ്ങാൻ മൊത്തം തിരക്കാ. സ്കൂളിൽ പോയിട്ട് വേണം ക്ലാസ്സിൽ പോയി റെസ്റ്റ് എടുക്കാൻ. ഗുരുപ്പ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? പിന്നെ നല്ല അടിപൊളിയായിട്ട് വഴക്കുണ്ടാക്കും. പറ ഗുരുപ്പേ, ഫ്രീ ടൈം കിട്ടിയ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഫ്രീ ആണെന്ന് മാത്സ് ടീച്ചർ അറിയരുത്. അറിഞ്ഞ ഫ്രീ പീരീഡ് ഗോവി. അമ്മ ഫ്രീ ആണ് എന്താ ചെയ്യാറുള്ളത്? നല്ല അന്തസ്സില് ബന്ധുക്കളുടെ കുറ്റം പറയും. അതല്ല ആൽഫബറ്റിക് ഓർഡർ. അടിപൊളി. ആൽഫബറ്റിക് ഓർഡർ കുറ്റം പറയുന്ന ഒരു കുടുംബത്തെ ആദ്യമായിട്ട് കാണുമോ? ഒരു ജോലി ഇല്ലാത്തപ്പോ എന്നാ ചെയ്യും? എന്നാ പറയാനാ, അന്തസ്സായിട്ട് കുത്തിയിരുന്ന് അമ്മ പറഞ്ഞ മൊത്തം കുറ്റം കേൾക്കും. അതും ആൽഫബറ്റിക് ഓർഡർ. ബെസ്റ്റ്. ഒരു പണിയില്ലല്ലേ? ഞങ്ങളുടെ വീട്ടിൽ മെയിൻ കലാരൂപം കുറ്റപ്പറച്ചില്. കുറ്റപ്പറച്ചത് ഒരു കലയാണ്. എന്നാ സുഖാണെന്ന്. വിധിക്കാൻ അധികാരമുള്ളവൻ ദൈവമാണ്. ദൈവം ചെയ്ത ഓഹോ, ഞാൻ ചെയ്ത ഏഹേ. നമ്മൾ കുറ്റം പറയുമ്പോ ഇല്ലേ, അത് ബന്ധങ്ങൾ തകർക്കുവാണ്. അതിപ്പോ ഒരു ശീലമായി പോയില്ലേ? ദിവസം 10 പേരുടെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. അതൊക്കെ മാറ്റിയെടുക്കണം ഗുരുപ്പേ. വല്യമ്മച്ചി മരിച്ചപ്പം അമ്മയ്ക്ക് എന്നാ സങ്കടമായിരുന്നു. അതാണ് സ്നേഹം. അല്ലല്ല, അമ്മച്ചിയുടെ പഴയ കുറ്റങ്ങള് പറഞ്ഞോണ്ടിരിക്കണ്ടേ? ഇതൊന്നും കിട്ടത്തില്ലല്ലോ. ബെസ്റ്റ്. അമ്മയുടെ അമ്മ മരിച്ചപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു. ആ അമ്മച്ചിയുടെ കുറ്റം പറയുമായിരുന്നു. അല്ലല്ല, അവരൊന്നിച്ച കുറ്റം പറയുന്നേ. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതിനെ സംസാരിക്കുന്നത്. ഉള്ളിൽ നിറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകും. ഒരാളുടെ കുറ്റം കേട്ടിട്ട് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടല്ല. കുറ്റം കേൾക്കാതിരിക്കണം, അപ്പൊ ശ്വാസം മുട്ടത്തില്ല. അപ്പൊ എന്നാ ചെയ്യണം? കുറ്റം കേൾക്കാൻ ഇരുന്ന് കൊടുക്കല്ലേ? ഞാനിരുന്ന് കൊടുക്കും. അതെന്നാ? കുറ്റം പറഞ്ഞ് തീരുന്നവരെ പോയി പഠിക്കടിന്ന് പറയത്തില്ലല്ലോ.